പണ്ടൊരു പാട്ടുണ്ട്. പണ്ടല്ല, ഇപ്പോഴും അതൊക്കെ മനുഷ്യർ പാടാറുള്ളൊരു പാട്ടാണ്. അത് വേറൊന്നുമല്ല. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ഉലകിൽ ജീവിതഭാരം. ഒരിടത്ത് ജനനവും ഒരിടത്ത് മരണവും. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ജീവിതം വലിയ ഭാരം നിറഞ്ഞതാകുന്നു എന്ന് തുടങ്ങുന്നതാണ് ആ പാട്ടിൻ്റെ വരികൾ. അതിപ്പോൾ എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല. ആ വിഷയം പറയുന്നതിന് മുമ്പ് നിത്യതയിലേക്ക് പോയ മാർപ്പാപ്പയ്ക്ക് മനുഷ്യസ്നേഹത്തിൻ്റെ, മതത്തിൻ്റെ മനുഷ്യസ്നേഹമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന, യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ല, എല്ലാവരും തോൽക്കുകയാണ് എന്ന് പല സന്ദർഭങ്ങളിൽ ഗസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീരണിഞ്ഞ മുഖങ്ങൾ കണ്ട് ലോകത്തോട് സമാധാനം വേണമെന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും സ്നേഹനിർഭരമായ അധ്യായമായ മാർപ്പാപ്പ നിത്യതയിലായി. മാർപ്പാപ്പയ്ക്ക് ഹൃദയാഞ്ജലി നേരുന്നു എന്ന് മാത്രമല്ല, വിശ്വാസി സമൂഹത്തോട് കേവലം പോസ്റ്റുകളിടലും ആദരാഞ്ജലികളും അർപ്പിക്കുന്നതിനപ്പുറത്ത് സ്നേഹത്തെയും സഹിഷ്ണുതയെയും ചേർന്ന് നിൽക്കലിനെയുമൊക്കെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ, മാർപ്പാപ്പ പറഞ്ഞുപോയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ വിശ്വാസികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി പാട്ടിലേക്ക് വരാം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്ന് പറഞ്ഞതുപോലെയാണ് ഈസ്റ്റർ ദിനത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥിതി. ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന സ്നേഹ സന്ദേശ യാത്രയൊക്കെ ഒഴിവാക്കി ഇത്തവണ വിശ്വാസികളായ ആളുകളെ പള്ളിയിൽ സന്ദർശിക്കലും അവർക്ക് സംഗതികൾ പങ്കുവെക്കലും ഒക്കെയായിരുന്നു ഒരു പ്രധാന ചടങ്ങ്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു ക്ലിപ്പ്, അത് ഇന്നലെ ഞാൻ കേട്ടു. ആ ക്ലിപ്പ് വേറൊന്നുമല്ല, അദ്ദേഹം ഈ കേരളത്തിലെ ആഘോഷങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാം ഒരേ സമാനം ഒരു BJP പ്രവർത്തകർക്ക് ജനങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്ന ഇതെല്ലാം അവസരങ്ങളാണ്. എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു. ഈസ്റ്ററും ദീപാവലിയും ക്രിസ്തുമസും ഓണവും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കര തീവ്രമായി പണ്ട് മുതലേ BJP ആശയക്കാരനല്ലാത്ത, എന്നാൽ പിൽക്കാലത്ത് അതിൻ്റെ ചുമതലയേൽക്കേണ്ടി വന്ന രാജീവ് ചന്ദ്രശേഖർ സാറിനോട് പറയേണ്ടത് 10-28-30% വേറൊരു സമൂഹവും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഈ കേരള നാട്ടിലുണ്ടെന്നും അവർക്ക് പെരുന്നാളും നബിദിനവും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ അതുകൂടി വരേണ്ടതാണ്. എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ആ ദിവസം സ്നേഹസന്ദേശവുമായി കേരളത്തിൽ വരുമ്പോൾ അതേ സമയത്ത് തന്നെ അങ്ങ് അഹമ്മദാബാദിൽ വിശ്വാസികളായ മനുഷ്യർ പ്രാർത്ഥിക്കുന്ന വേളയിൽ പീഡനാനുഭവങ്ങളുടെ, ദുഃഖങ്ങളുടെ ഒക്കെ 2-3 ദിവസങ്ങൾക്ക് ശേഷം, നോമ്പിന് ശേഷം, പിന്നീട് വരുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശുഭപ്രതീക്ഷയുടെ ദിനത്തിൽ 5-6 പേർ വാളും കമ്പും ഒക്കെയായിട്ട് എവിടെ വന്നു? ക്രൈസ്തവ ദേവാലയത്തിൽ വന്നു. ഇനിയിപ്പോൾ കാസ പറയും വേണമെങ്കിൽ അത് കേക്ക് മുറിക്കാൻ വന്നതാണ് അവർ. അതിനാണ് വാള് കയ്യിൽ വെച്ചിരുന്നത്. അവർ ഗോത്രവർഗ്ഗക്കാരാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയും. സാക്ഷാൽ PC പറയും, ഈ പറഞ്ഞതുപോലെ വാള് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആര് ചെന്നാലും അവർ വാള് വെക്കും എന്നൊക്കെ പറയും. സത്യത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാണ്. അവിടെയാണ് ചെന്നത്. ആരാണ് ചെന്നത്? ഈ പള്ളികളിൽ സ്നേഹത്തിൻ്റെ ദിവസത്തിൽ ആശംസകൾ അർപ്പിക്കാനെത്തുന്ന ആ പരിവാറുണ്ടല്ലോ, സംഘപരിവാർ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുള്ള VHPയും ബജറംഗദളും ഒക്കെയാണത്രേ ഇതുമായി ചെന്ന് ഇപ്പോൾ നിർത്തണം, ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത്. നമുക്കറിയാവുന്ന ക്രൈസ്തവ മതം ലോകം മുഴുവൻ ഒരേ വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ളതാണ്. നേരിയ വ്യതിയാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാമെങ്കിലും, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്നേഹ സന്ദർശനവുമായി വരുന്ന സമയത്താണ് അവിടെ ഈ വാളം കൊണ്ട് നിൽക്കുന്നത്.
ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും വരാം. ക്രൈസ്തവ മതവിശ്വാസികൾ അവരെ സ്വീകരിക്കും. ഇവിടെ വരുമ്പോൾ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ചടങ്ങുകളൊക്കെ ഉണ്ട്. അവിടുത്തെ പീഡനാനുഭവം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈസ്റ്റർ ദിനത്തിലും അവർക്ക് പീഡനാനുഭവമാണ്. പലയിടത്തും പള്ളിയില്ല, JCB കൊണ്ടൊക്കെ പൊളിച്ചു. അപ്പോൾ എന്നിട്ടും പറയുന്നത് ഇവർ നമ്മളെ സ്നേഹിക്കുകയാണെന്നാണ്. ആരാണ് പറയുന്നത്? കാഷ. ഏതായാലും ഈ വൈരുദ്ധ്യം കണ്ടപ്പോൾ ഒന്ന് തിരിച്ചറിവുള്ളവരെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കുറുക്കൻ അതിൻ്റെ ജന്മനാ ഉള്ള ആ സ്വഭാവ രീതിയിൽ തന്നെ സവിശേഷമായ പ്രത്യേകതകൾ അതിനുണ്ട്. ചിലയിടത്തത് പതുങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ അതൊന്ന് വലയിലാകാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ പ്രത്യേകിച്ച് കോഴിയെ സ്നേഹിച്ചുകൊണ്ട് കുറുക്കൻ പോയി എങ്ങും അവർ സന്തോഷമായി പ്രണയിച്ച് ജീവിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. ഇങ്ങനെ കുറുവടിയും വാളുമൊക്കെയായി അഹമ്മദാബാദിൽ കേക്ക് മുറിക്കാൻ ആളുകൾ നടത്തുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് മുസ്ലിങ്ങൾ ഒരുപാടുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളെ അങ്ങ് റെഡിയാക്കി കളയുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് ദുബൈയിൽ വന്നപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? അവിടെ ഈസ്റ്റർ ദിനം പ്രമാണിച്ച് 3 ദിവസത്തേക്ക് സവിശേഷമായി ചില പള്ളികളിലേക്ക്, ആ സ്ഥലങ്ങളിലേക്ക് സൗജന്യമായി സർക്കാർ വണ്ടിയിൽ വിശ്വാസികൾക്ക് കയറിപ്പോവാം. അവിടേക്ക് ഫ്രീ ബസ്സാണ് ഭരണകൂടം കൊടുത്തിരിക്കുന്നത്. എന്തിനാ? പാരസ്പരികതയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, ഈ നാട്ടിലുള്ളവർ, അതിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിനോടുള്ള കരുതൽ, മറ്റൊരാളിൻ്റെ വിശ്വാസത്തിലോടുള്ള ഒരു മനുഷ്യൻ്റെ സൗഹൃദപൂർണമായ സമീപനം. പ്രത്യേകമായ ഒരു മേഖല തിരിച്ച് പള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കാം. ആരും അവിടെ കേക്ക് മുറിക്കാൻ ഇതുപോലെ കൊച്ചു വിച്ചാത്തിയായിട്ട് വരുത്തൊന്നുമില്ല. കൂട്ടത്തിൽ ഈ അവലും മലരും ഒക്കെ കണ്ടപ്പോൾ ആഞ്ഞു തുള്ളിയ നമ്മുടെ ജയശങ്കർ വക്കീൽ അടക്കമുള്ള നിരീക്ഷകരും നിർമ്മാണവാദികളും അത്യുഗ്ര ദേശീയവാദികളും ഒക്കെ ഈ വിവരങ്ങളുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും കൃഷ്ണരാജ വക്കീൽ സുപ്രീം കോടതിയിലുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടി ഒരു ഹർജി കൊടുക്കണം. അതും കൃഷ്ണരാജനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണം എന്നാണ് എൻ്റെ ഒരിത്. മാർപ്പാപ്പയ്ക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ.